യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കേ? ഓണക്കാലത്ത് ഉത്സവം നടക്കണ ഈ കരയിലെ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്. ഓണ സീസൺ ഉത്സവ സീസണോടെ ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ. ആ സമയത്ത് തവള തെരുവിൽ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റ്, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? അന്യമതക്കാരെ മാറ്റി നിർത്തണ പതിവ് കൂടിയില്ല. പോരെങ്കിൽ അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ? കാശുള്ളവർക്ക് മാത്രം സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്താ കസനില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി എളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസിയാണെങ്കിൽ നീ പറ, ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ടാ? ആര്? ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ഈ ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തി ദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്. ഏതൊരു പോടാ അളവേ. അബു പറയൂ. ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് എന്നെ വാങ്ങണം. തെങ്ങ വെച്ച് കെട്ടാനുള്ള കോളാമ്പിൻ ബോക്സും എന്റെ വക ഫ്രീ. എന്തോ ഇന്ന് മീറ്റിങ്ങിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ വക സർബത്ത്. നീ സർവത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 4 പേരെ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടാ. ഈ വിഷയം വെച്ച് നീ അങ്ങനെ ഇത്രയും പേർക്ക് സർവത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. സാർ, മേഡം കാണണമെന്ന് പറഞ്ഞു. അത്യാവശ്യമാണ്. കൂട്ടിക്കൊണ്ടില്ലാൻ പറഞ്ഞു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതാര്? എന്റെ ശോഭനമായ ഭാവി. ഉത്സവം അടുത്തോലൊക്കെ കാണുമല്ലോ. അടുമാരി എന്താ കാണണോന്ന് പറഞ്ഞ? ശിവേട്ടൻ എന്റെ മാനം കാക്കണം. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എന്താ? എന്തു പറ്റി? അർജുനൻ വീണ്ടും കലിപ്പുണ്ടാക്കിയ? എന്റെ മുത്തശ്ശി മരിക്കാൻ കിടക്കുമ്പോ എനിക്ക് തന്ന സ്കാഫാ. എനിക്കത് മേടിച്ചു തരണം. അത്രേ ഉള്ളോ? നമ്മുടെ പൈലുകളുടെ അടുത്ത് പറഞ്ഞ അവന്റെ കട്ടയം പടം മടക്കി അപ്പ സ്കാപ്പ് എടുത്തോണ്ട് തരും. സ്കാഫ്? ആ അതന്നെ, അമ്മൂമ്മയുടെ സ്കാപ്പല്ലേ. പൈലുകൾ കൊണ്ടു തരും. അത് പോരാ, അവന്റെ അഹങ്കാരം തീർക്കണം. അവനെ നാണം കെടുത്തണം. ഈ വരുന്ന മൺഡേ കോളേജിലെ ഡബിൾസ് ഡേ ആണ്. അന്ന് എല്ലാ കുട്ടികളും മാസ്കും വെച്ചോണ്ടാ കോളേജിൽ വരുന്നത്. അവന്റെയും ഫ്രണ്ട്സിന്റെയും ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ട്. അത് നടക്കുമ്പോ അവന്റെ കഴുത്തിൽ നിന്ന് ആ സ്കാഫ് ഊരിയെടുക്കണം. അവന് ശിവേട്ടൻ തോൽപ്പിക്കുന്നത് എല്ലാവരും കാണണം. ചെയ്യില്ലേ? തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കിട്ടിയിരിക്കും. പ്രോമിസ്? പ്രോമിസ്. ഇത് നടന്ന ശിവേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും മുന്നിൽ വെച്ച് എനിക്ക് ശിവേട്ടനോടുള്ള ഇഷ്ടം ഞാൻ അറിയിക്കും. സത്യം? എന്താണിത്? ഗാന്ധിജി, ബുദ്ധൻ, ക്രിസ്തു ഇത് വെച്ചിട്ട് പോയ ആരും നമ്മൾ അടിക്കുകയില്ല. നമ്മൾ അടിക്കാൻ വന്നാണെന്ന് തോന്നുകയില്ല. എടാ, ഗാന്ധിജിയുടെ മാസ്കും വെച്ചോണ്ട് പോയാ ഒരു കരണ തടി കിട്ടിയാ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം. അയ്യോ, നീ കുറെ ആൾക്കാരെ കൊണ്ട് വരും പറഞ്ഞില്ല. അവരോടെ ഗുണ്ടകളുടെ പേടി സ്വപ്നം, പോലീസിന്റെ കണ്ണിലെ കരട്, ഇടിവെട്ട് ബൈജു. ഇടിവെട്ട യവനാ. ഇടിവെട്ടിയാ പിന്നെ ഇവരെ കാണൂല. ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും വിളിച്ചിരിക്കും. കള്ളക്കടത്തുകാരുടെ ഉസ്താദ്, പിടിച്ചുപറിക്കാരുടെ നരസിംഹം, കൊട്ടേഷൻ ടീമുകളുടെ ഏറാൻ തമ്പുരാൻ നെഞ്ചാക് അനീബ്. ഈ സാധന 5 പനി പിടിച്ച് സർക്കാർ ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്നോളൂ. കേരളത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ജോൺ ഹോനായുടെ അനിയൻ മസിൽ മോനായ്. മോനായ്, ഇവനെന്താണ് അസുഖം? അയ്യവന് അസുഖമൊന്നുമില്ല. കഴിക്കണ ഭക്ഷണം മുഴുവൻ ഉരുട്ടി കൊഴുപ്പിച്ച് മസലാക്കി വെച്ചേക്കല്ലേ. ഇത്രയും പേരുള്ള ബാക്കി പിന്നെ നമ്മളൊക്കെ ഇല്ലേ. എടാ, കോളേജിലേക്കാ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്. അയ്യോ അണ്ണാ, കോളേജിൽ പൊട്ടിക്കാനുള്ള ബോംബൊക്കെ എന്റെ കയ്യിലില്ലേ. ബാക്കി പ്ലാനിങ് ഒക്കെ എനിക്ക് വിട്ടു തന്നേക്കൂ.
गोरी 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 कभी कभी कहीं कहीं चोरी चोरी गोरी 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 कभी कभी कहीं कहीं चोरी चोरी चुप चुप एक तो मिला करो प्यारी प्यारी बातें बातें किया करो पर यूं ना मिलना किसी से कभी हमारे से ശംഭോ മഹാദേവ കോറി കോറി വേണ്ട മോനെ ദിനേശ ആരും എടുക്കരുത് സവാരി ഗിരിഗിരി എവിടെ സീമ ഡൗൺ ആ ഗയാ എന്ത് കളിക്കാൻ വരുന്നോ അമ്മേ എന്നെ ഒന്ന് ചെയ്യണം എന്റെ മാസ്ക് എടുത്ത് നിന്നെ അയ്യോ വേണ്ട ഞാൻ അവരോട് വെറുതെ വന്നതാ. എന്റെ കൂട്ടുകാരന്റെ പെണ്ണിനെ അതിക്രമിക്കുമല്ലേ ലോക്കൽസിനോട് കളിക്കല്ലേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വേർഡ് ആൾക്ക് കൊടുക്കാൻ ഇവർക്കെന്താ വട്ടുണ്ടോ? മാഡി, യു കീപ് ക്വയറ്റ്. അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ അതിലെന്താ ഒരു തെറ്റ്? ആഫ്റ്റർ ഓൾ ഹീസ് എ റിയൽ മാൻ. ആ നമ്പർ എന്നോട് വേണ്ട. റിയൽ മാൻ പോലും. ഹീസ് എ ലോഫർ. മൈൻഡ് യുവർ വേർഡ്സ്. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണ്. ഞാൻ വരുന്നുണ്ട് ശിവേട്ടന്റെ സ്ട്രീറ്റിലേക്ക്, ശിവേട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്.